മമ്മൂട്ടിയും ജീവിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന യാത്ര 2 തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈഎസ് രാജശേഖര റെഡ്ഡിയുടെയും മകനും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെയും ജീവിതം ആസ്പദമാക്കിയാണ് യാത്ര 2 ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 8-നാണ് ചിത്രം റിലീസായത്. വെള്ളിയാഴ്ച ഇറങ്ങിയ രവി തേജയുടെ ഈഗിളുമായി ഒരു ക്ലാഷ് ഒഴിവാക്കിയാണ് ചിത്രം വ്യാഴാഴ്ച തന്നെ എത്തിയത്. ഒരു പൊളിറ്റിക്കൽ ചിത്രമായി ഒരുക്കിയിരിക്കുന്ന യാത്ര 2 തെലുങ്ക് വിപണിയിൽ മാത്രമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. YSRI രണ്ടാം വട്ടവും സ്ക്രീനിലെത്തിയ മമ്മൂട്ടിയുടെ രംഗങ്ങൾ പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ്. ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലെ തിയേറ്ററിൽ നിന്നുള്ള കാണികളുടെ ആഘോഷ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മമ്മൂട്ടിയെ നായകനാക്കി മഹി വി രാഘവ് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ യാത്രയുടെ രണ്ടാം ഭാഗമാണ് യാത്ര 2. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയായിട്ടാണ് യാത്രയിൽ മമ്മൂട്ടി എത്തിയത്. യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ YS രാജശേഖര റെഡ്ഡിയുടെ മകൻ YS ജഗന്റെ രാഷ്ട്രീയ യാത്രയാണ് പ്രമേയമാക്കുന്നത്. ജീവയാണ് ജഗൻ റെഡ്ഡിയെ അവതരിപ്പിക്കുന്നത്. അതേസമയം കാണികൾ തമ്മിൽ തിയേറ്റർ ഹാളിൽ പൊരിഞ്ഞ അടി നടക്കുന്നതിന്റെ വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സിൽ നിന്നുള്ള രംഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെയും പവൻ കല്യാണിന്റെയും ആരാധകരാണ് തമ്മിലടിച്ചതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നത്. ഇതിലേക്ക് നയിച്ച കാരണമൊന്നും വ്യക്തമല്ല. രാഷ്ട്രീയ എതിരാളികളാണ് ജഗൻമോഹൻ റെഡ്ഡിയും പവൻ കല്യാണും. ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയ പവൻ കല്യാൺ 2014 ജനസേന പാർട്ടി എന്ന കക്ഷിക്ക് തുടക്കം കുറിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് നിലവിൽ പാർട്ടി പ്രസിഡന്റും. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിച്ച ചിത്രമാണ് 2019 പുറത്തെത്തിയ യാത്ര. 2004 കോൺഗ്രസിനെ അധികാരത്തിലെത്താൻ സഹായിച്ച YSR നയിച്ച 1475 കിലോമീറ്റർ പദയാത്രയെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു ഈ ചിത്രം. യാത്ര 2 ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ്. ഏകദേശം 2,20,00,000 രൂപയുടെ ബിസിനസ് നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. ചിത്രം ലോകമെമ്പാടുമായി ഏകദേശം 6 മുതൽ 8 കോടി വരെ ഗ്രോസ് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ.